അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫ്രീ സ്പിന്നും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ബെക്കാംപോറിൻ്റെ കാർഡ് വന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറേ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും 30 സ്പിന്നേജ് ചെയ്ത് ആകെ 20 സ്പിന്നേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മൾ പുതിയ ഒന്ന് AFC ചാമ്പ്യൻസ് ലീഗാണ്. അതിൽ നമ്മളെ മാൽക്കത്തിൻ്റെ കാർഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഗ്ലിച്ച് കാർഡ് അറിയപ്പെടുന്ന സലൻ്റെ സണ്ണിൻ്റെ കാർഡ്, പിന്നെ നമ്മളെ അതിലൊരു ഇതൊക്കെ വന്നത് ഫോർഡൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അത്യാവശ്യം സ്പിന്നൊക്കെ ചെയ്ത് നമ്മളിതിൽ നമുക്ക് കിട്ടാനുള്ളത് ആ വീൽ ചെയറിനെയും അത്യാവശ്യം നല്ല എപ്പിക്കാണ്. DMF ആണ്, ഓസ്കർ ട്രേസറാണെന്ന് തോന്നുന്നു. എന്തായാലും സാലിനാണ് ഒരു ഇതാണ്. എന്തായാലും നമുക്ക് അതിനെ തന്നെ തരുമോ നോക്കാം. എന്തായാലും എപ്പിക്ക് കിട്ടിയാൽ എപ്പിക്ക് എന്തായാലും ഓൻ തന്നെ ഉള്ളതിന് നല്ല പ്ലെയർ ഉള്ളത്. ബാക്കിയൊക്കെ കോഴ്സായിട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാലും കുറേ ആൾക്കാർ കിട്ടാതിട്ടുണ്ടാവും. ഇനിയും ടൈമുണ്ട്. എന്തായാലും പെട്ടെന്ന് എന്താ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് എടുക്കുക. അത്യാവശ്യം നല്ലൊരു കളിപ്പിച്ച് നോക്കിയില്ല, അങ്ങനെ അറിയില്ല. എന്താ കളിപ്പിച്ചവരൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്ലെയറാണെന്നാണ്. എന്തായാലും കളിപ്പിച്ചിട്ട് റിവ്യൂ ആണെങ്കിൽ കണ്ടുപോലെ എല്ലാവരും ഒന്ന് പറയാം. നമുക്ക് റിലീസ് ഭാഗ്യത്തിന് ഇങ്ങനെ വന്നോണ്ട് സുഖമായി. അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് കണ്ട് റിലീസ് കണ്ട് പോയേനെ. നമുക്ക് ഓൾറെഡി 20 സ്പിന്ന് ചെയ്തതാണ്. 30 സ്പിന്നോളം ചെയ്ത്. ഞാൻ 22 സ്പിന്നേറ്റ് ബാക്കിയുള്ളൂ. 50 ഒരു ഹൈലൈറ്റ് പോലും അടിച്ചില്ല. നോക്കുക. ഓട്ടോമെൻ്റ് അവരൊന്ന് 4 സ്റ്റാർ പോലും അവിടേക്ക് എടുത്തിട്ടില്ല. സുവാരസിന് കിട്ടി. എന്നാലും നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഭാഗം കുറച്ച് സ്പീഡാക്കി വിടുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം ഇപ്പോഴൊന്നും കിട്ടാൻ സാധ്യത തോന്നുന്നില്ല. എഡിറ്റ് ചെയ്ത് ആക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ കിട്ടിയത് 21ാമത്തെ സ്പിന്നിൽ ആരെയും കിട്ടിയിട്ടില്ല. അതൊക്കെ ലോക്കൽ എന്തൊരു ഗുണ കാണാൻ പ്ലെയറിനാണ്. എന്നാലും നമ്മളെ ബെക്കാംപോർ അത്യാവശ്യം ട്രിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ആരും കിട്ടിയ ഏതൊരു 20 പ്ലേയേഴ്സിന് 30 പ്ലേയേഴ്സിന് കറക്കിയിട്ടൊന്നും കിട്ടിയില്ല പറഞ്ഞാൽ. അപ്പോൾ ആർക്കൊക്കെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം. അവസാനം 4 സ്റ്റാറിന് കിട്ടിയിട്ട് അടിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഗ്രൂപ്പിലെക്കാം. പിന്നെ അടുത്തത് ഹൈലൈറ്റ് ലുക്കാ മോഡ്രിച്ച് ഗൈസ്. അപ്പോൾ നമ്മളെ മോഡ്രിച്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്തേലും അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും ലോക്കാക്കാം. അത്യാവശ്യം നല്ല കാർഡാണെന്ന് പറഞ്ഞത്. ഞാൻ റാഷ്ഫോർഡിനെ കളിപ്പിച്ച് നോക്കി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അക്കൗണ്ടിൽ. അത്യാവശ്യം നല്ല കാർഡാണ്. നമുക്ക് ആ 3 പ്ലേയേഴ്സിനെ നെക്കി വെക്കാം. അടുത്തേൽ നമുക്ക് അടിക്കുമോ നോക്കാം. ഒരു 4 സ്റ്റാർ അടിക്കുമെന്ന് വിചാരിക്കണേ. എന്നാൽ ഇങ്ങനത്തെ ട്രിക്ക് ചെയ്ത് ഞാൻ യൂട്യൂബിൽ കണ്ട്, അതുകൊണ്ടാണ്. ഹൈലൈറ്റ്. അപ്പോൾ ഇത് ട്രിക്കാണ് ഗൈസ്. കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അത് ഹൈലൈറ്റാണ് നമുക്ക് അടിച്ചിട്ടുള്ളത്. റാഷ്ഫോർഡ് അല്ല ഡേവിസ്, അൽഫോൺസോ ഡേവിസ്. അപ്പോൾ എനിക്കൊരു ഓപ്പോണൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല ഇൻ്റർസെപ്ഷനും നല്ല സ്പീഡും വിങ് കളിപ്പിച്ചിട്ടുണ്ടായ അത്യാവശ്യം നല്ല പ്ലെയറാണ്. അപ്പോൾ കളിപ്പിച്ചവരൊക്കെ എന്തായാലും കമൻറ്റ്. എന്തായാലും നമുക്ക് 4 സ്പിന്നുള്ളൂ. ഞാൻ അതേപോലെ നമുക്ക് റാഷ്ഫോർഡിനെയും ഇവിടെ നെക്കിയിട്ടൊന്ന് ഇറക്കി വെക്കാം. എന്തായാലും മിക്കവാറും റുമിനിങ്ങിൽ അടിച്ച സീനാണ് ഗൈസ്. ഹൈലൈറ്റും അല്ല, ഏതോ ഒരു ഓമ്പി സാധനമാണ്. 4 സ്റ്റാർ എന്തായാലും നമുക്കൊന്നും പാടി അതേപോലെ ട്രിക്ക് ഇറക്കി വെക്കാം. ഏതൊരു 1 സ്റ്റാർ കിട്ടിക്കണം. അത്യാവശ്യം നമ്മൾ ഇറക്കി അതിൽ നമ്മൾ ഓട്ടോമാറ്റിന് കിട്ടിക്കണം. അതേപോലെ ട്രിക്കും പാടി ഇറക്കുക. നമുക്ക് റാഷ്ഫോർഡിനെ കിട്ടുമോ നോക്കാം. റാഷ്ഫോർഡ് ഗൈസ്. അപ്പോൾ അതൊരു ട്രിക്കാണ്. അതേപോലെ വേറെ സ്പിന്നുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്ന് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ട്രിക്ക് മാത്രമാവും. എന്തായാലും നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം കളിപ്പിക്കണം. അതിന് മുമ്പ് ഇവനെ കിട്ടണം. നമ്മളെ മെയിൻ ടാർഗറ്റ് ബെക്കാംപോറാണ്. ബെക്കാംപോറിന് എന്തായാലും കിട്ടണം. റാഷ്ഫോർഡിനെ കളിപ്പിച്ചവരൊക്കെ അഭിപ്രായം പറയാം. എനിക്ക് കളിപ്പിച്ചപ്പോൾ അത്യാവശ്യം നല്ല വർത്തായിട്ട് തോന്നി. എനിക്ക് സ്പിന്ന് ചെയ്യുന്നത് അവിടെ ഒന്നും പാടെ കളിച്ച് പിന്നെ സ്പിന്ന് പോയിട്ട് ട്രൈ ചെയ്യണം. ഈ വർഷം 3 സ്പിന്നുണ്ട് ഗൈസ്. അത് അപ്പോൾ 12 ആയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 12 ആയി എന്നിട്ടാണ് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ എത്ര പോയി എന്ന് ആലോചിക്കണം. ഇതിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പെസ് ഡിലീറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ ആയിക്കണം എൻ്റെ അവസ്ഥ. 12 സ്പിൻ ചെയ്തിട്ട് കിട്ടിയില്ല. കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടി. എല്ലാവരും മരണം നോക്കല. സാധാരണയൊക്കെ സ്പിൻ ചെയ്തപ്പോൾ സാധാരണയൊക്കെ കിട്ടില്ല. മറ്റേ സ്പിന്നൊക്കെ പോയിൻ കൊടുത്ത് സ്പിൻ ചെയ്യുമ്പോൾ
ഇതിലെല്ലാം ഊമ്പി തേച്ച് തരികയാണ്. അപ്പോൾ കുറേ ആൾക്കാർ റീസെറ്റൊക്കെ ചെയ്തിരുന്നു. റീസെറ്റ് ചെയ്ത് 2-3 വെക്കാൻ പറഞ്ഞ് കെട്ടിക്കണം. അതൊക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ് വെക്കാൻ പറഞ്ഞ് കളിപ്പിക്കാൻ. അത്യാവശ്യം ആട്രിബ്യൂട്ട്സ് ഒന്നും ചെയ്യാൻ തോന്നുന്നു, എന്നാലും അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ശരിയാക്കാം. നമ്മളിപ്പോൾ ഇനി എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഓരോ ഗെയിം പ്ലാൻ്റെ വീഡിയോ. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണ്, അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെന്തായാലും അവസാനത്തെ സ്പിന്നാണ് ഗൈസ്. ആ ഒരു സ്പിന്നും പടിയാണ് ഇതിൽ കിട്ടിയിട്ടെങ്കിൽ വേണ്ട. 1, 2 ആകെ 10 പ്ലേയേഴ്സിന് കിട്ടാനുള്ളൂ. ഞാൻ തന്നൂടെ, എന്ത് കൊണാമിയാണിത്. അതായത് നമ്മൾ അതേപോലെ ഒന്നും പാടി ട്രൈ ചെയ്തൊന്നും പാടി കറക്കാൻ നിൽക്കുകയാണ്. അവസാനത്തെ സ്പിന്നാണ്, കിട്ടിയ ഭാഗ്യം, അത്ര പറഞ്ഞാണ്. ഓ ഗൈസ്, കിട്ടി ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ മുത്തുമണി ബെക്കാംപോർ, നമ്മുടെ CB. ഏതൊക്കെ സീനും ലെജൻഡാണ് ഗൈസ്, എപ്പിക് ലെജൻഡ്. അപ്പോൾ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കുറേ ആൾക്കാർക്ക് എൻ്റെ അവസ്ഥ ഉണ്ട്. 10 സ്പിന്ന് ഞാൻ കണ്ട്, ഒരുത്തൻ ഇൻസ്റ്റയിലുണ്ട്, ഒരുത്തനിക്ക് ലാസ്റ്റ് ബെക്കാംപോറിന് മാത്രം കിട്ടാനുള്ളൂ. അതൊക്കെ അവസ്ഥ നോക്കുക. അപ്പോൾ ഇത് നമുക്കിപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അടുത്തൊരു 700 പോയിന്റ്. അപ്പോൾ അടുത്തതിൽ സെലൈൻ്റെ കേളി ഒക്കെ കറക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മളെ വിൽച്ചറിന് ട്രെയിൻ ചെയ്തപ്പോൾ ഒരു 100 റേറ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ സ്കോഡ് പറഞ്ഞത്. പിന്നെ കുറേ പ്ലേയേഴ്സ് കോൺടാക്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്, അവരെ മറ്റേ ഇതിനൊക്കെ ഇറപ്പിക്കലുള്ളൂ. ഞാൻ റാഷ്ഫോർഡിനെ കളിപ്പിച്ച് നോക്കി, അത്യാവശ്യം നല്ല സീനാണ്. എന്നാലും നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കാം. ട്രെയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഇഷ്ടം പോലെ ട്രെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് കളിപ്പിക്കേണ്ടി. CB കളിക്കും, റൈറ്റ് ബാക്ക് കളിക്കുന്നുണ്ട്, ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നുണ്ട്. അതൊക്കെ മറ്റേ പൊസിഷൻ ബൂസ്റ്റർ കൊടുത്താൽ കളിക്കും. പിന്നെ AMF കളിക്കണം വെക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. ഞാൻ എന്തായാലും CB ആണ് കളിപ്പിക്കുന്നത്. എനിക്ക് CBൻ്റെ ആവശ്യമുണ്ട്, ബിൽഡപ്പിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി മറ്റേ ഫ്രീ കിട്ടിയ ഡിലേറ്റും മാർക്കിങ്ങൊക്കെ ഉണ്ട്, എന്നാലും CBൻ്റെ ഒരു ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് എപ്പിക് നെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോംബോ ആയിട്ട് ഇടാനാണ്. അപ്പോൾ അത്യാവശ്യം റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. 102 അവരൊക്കെ മാറ്റും. പാസ്റ്റോണിനെ മാറ്റാം. പാസ്റ്റോണി എക്സ്ട്രാ ഫോർമാനാണ്. 102 കാര്യങ്ങളായിട്ട് നമ്മൾ ഓൾറോൾ ഇപ്പോൾ 3128 ഉണ്ട്. അതിലും കൂടുതൽ പോകും, കാരണം നമ്മളെ എംബാപ്പയും കാര്യങ്ങളൊക്കെ 102 റേറ്റിംഗ് പോകണേ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ്, വലിയ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊന്നും ചെയ്യാം. 106 ഡിഫൻസ്, 4, 107 ജമ്പിങ്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊന്നും ചെയ്യാം, പക്ഷെ എന്നാലും ജമ്പിങ് ഒക്കെ 107 കൊടുത്തത് അതിൻ്റെ ആവശ്യം ഞാൻ തോന്നുന്നത്. നമ്മളൊപ്പം ഉള്ളൊരു CBനെ നമ്മൾ നെസ്റ്റൻ്റെ നോക്കാം. നെസ്റ്റൻ്റെ അത്യാവശ്യം ഡിസ്ട്രോയറാണ് തോന്നുന്നത്. നെസ്റ്റൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് കൂടുതലെന്നാണ്. പിന്നെ വേറെ മറ്റേ ഫിസിക്കലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും തിരിച്ച് പറയാം. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അത്യാവശ്യം നല്ല ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഗെയിം പ്ലേ വീഡിയോ ദിവസം ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു 700 കോയിൻ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ട്. അപ്പോൾ സെലൈൻ്റെ പാക്ക് കറക്കണ്ടേന്ന് എല്ലാവരും ഒന്ന് പറയാം.